നമസ്കാരം. ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. യേശുക്രിസ്തുവുമായുള്ള സൗഹൃദത്തിൽ വളരുവാനും വിശ്വാസം ആഴത്തിലാക്കുവാൻ സാങ്കേതികവിദ്യ ആരോഗ്യപരമായി ഉപയോഗിക്കുവാനും യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ലിയോ പാപ്പ. ഇന്ത്യാനപോളിസിൽ വെച്ച് നടന്ന ദേശീയ കത്തോലിക്ക യുവജന സമ്മേളനത്തിൽ പങ്കെടുത്ത 15,000-ലധികം യുവജനങ്ങളോട് ഓൺലൈനിൽ കൂടിക്കാഴ്ച നടത്തി സംസാരിക്കുകയായിരുന്നു പാപ്പ. ഓൺലൈനിൽ നേരിട്ട് കണ്ടുമുട്ടാൻ സമയം ചെലവഴിച്ചതിന് അമേരിക്കയിലെ യുവജനങ്ങളെ പാപ്പ പ്രശംസിച്ചു. ഇടവക പ്രവർത്തനങ്ങളിൽ സജീവമാകുവാനും പാപ്പ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്തു. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും ദിവ്യകാരുണ്യത്തിന് മുൻപാകെ പ്രാർത്ഥിക്കുവാനും അനുരഞ്ജന കൂദാശ സ്വീകരിക്കുവാനും സമ്മേളനത്തിൽ അവസരമൊരുക്കിയിരുന്നു. മാർത്തോമാ ശ്ലീഹായുടെ ഭാരത പ്രവേശനത്തോടനുബന്ധിച്ച് പാലാ രൂപത മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിന്റെ അധ്യക്ഷതയിൽ മുട്ടുചിറയിൽ നടന്ന നസ്രാണി യോഗം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വലിയ മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. യൂറോപ്യൻ വൽക്കരണത്തിനെതിരെയും നസ്രാണികളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും ത്യാഗപൂർവകമായ നേതൃത്വം നൽകിയ മുട്ടുചിറ ന്യായപ്പള്ളി പഴയ പള്ളിയിലുള്ള അർക്കദിയാക്കിയോൻ നടക്കൽ മാർ യാക്കോബ് കത്തനാരുടെ ഖബർ സന്ദർശിച്ചതിനു ശേഷം സുറിയാനി നമസ്കാരത്തിനും കൽസ്ലീവ വണക്കത്തിനും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വലിയ മെത്രാപ്പോലീത്ത മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയിലെ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപ്പോലീത്ത എന്നിവർ നേതൃത്വം നൽകി. സമുദായ ശാക്തീകരണവും ഐക്യവും ലക്ഷ്യമാക്കി വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ നസ്രാണി പ്രതിനിധികൾ വർത്തമാന പുസ്തക പാരായണത്തിന് തുടക്കം കുറിച്ചതിനു ശേഷം മട്ടാഞ്ചേരി പടിയോല, അങ്കമാലി പടിയോല എന്നിവ അനുസ്മരിക്കുകയും നസ്രാണികളുടെ ഐക്യത്തിനായി പ്രതിജ്ഞയെടുക്കുന്ന റൂഹാസത്യം എടുക്കുകയും ചെയ്തു. ഗാസയിലെ യുദ്ധം അവസാനിച്ചെങ്കിലും ഗാസയുടെ ഭാവിക്ക് എല്ലാവരുടെയും പിന്തുണയും ധൈര്യവും ആവശ്യമാണെന്ന് ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബാറ്റിസ്ത പിറ്റ്സബെല്ല. യുദ്ധം അവസാനിക്കുന്നത് സമാധാനത്തിന്റെ യഥാർത്ഥ തുടക്കമായി കണക്കാക്കാനാകില്ലെന്നും വിശ്വാസം പുനഃസ്ഥാപിക്കുവാൻ ഇനിയും ദീർഘമായ യാത്ര ചെയ്യുവാനുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംഘർഷങ്ങളുടെ മൂലകാരണങ്ങൾ പരിഹരിക്കപ്പെടാത്തതിനാൽ യുദ്ധം വീണ്ടും ഉണ്ടാകുവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. വെറുപ്പ്, പ്രതികാരം, കോപം, വേദന എന്നിവയിൽ നിന്ന് മാറി നിന്ന് നീതിയും ക്ഷമയും ആവശ്യപ്പെടുവാനുള്ള ധൈര്യം എല്ലാവരും കാണിക്കണമെന്നും കർദിനാൾ ആവശ്യപ്പെട്ടു. നാസി കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ രക്തസാക്ഷികളെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾക്ക് ലിയോ പാപ്പ അംഗീകാരം നൽകി. ഇതിൽ 1944-ൽ നാസികളാൽ വെടിയേറ്റ് മരിച്ച ഫാദർ ഉബാൾഡോ മാർഷിയോണി, ഫാദർ നിക്കോളോ കപ്പല്ലി എന്നീ 2 ഇറ്റാലിയൻ രൂപതാ വൈദികരുടെ രക്തസാക്ഷിത്വം പോപ്പ ഔദ്യോഗികമായി അംഗീകരിച്ചു. അതോടൊപ്പം 1941-നും 1942-നുമിടയിൽ ഓഷ്വിറ്റ്സ്, ഡൌച്ചൌ എന്നീ തടങ്കൽ പാളയങ്ങളിൽ കൊല്ലപ്പെട്ട 9 പോളിഷ് സലേഷ്യൻ വൈദികരെയും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്താൽ വധിക്കപ്പെട്ട 2 ചെക്ക് രൂപതാ വൈദികരെയും വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള ഉത്തരവുകൾക്കും അദ്ദേഹം അംഗീകാരം നൽകി. ഇറ്റാലിയൻ ബിഷപ്പുമാരുമായി അസീസിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഉംബ്രിയയിലെ മൊണ്ടെ ഫാൽക്കോയിലുള്ള അഗസ്തീനിയൻ മഠം സന്ദർശിച്ച് ലിയോ പാപ്പ വിശുദ്ധ ക്ലാരയുടെ ഓർമ്മകൾ സൂക്ഷിക്കുന്ന ക്ലോയിസ്റ്റേർഡ് കന്യാസ്ത്രീകളെ കാണുവാനാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. മഠത്തിലെത്തിയ പോപ്പ് അവർക്കൊപ്പം ദിവ്യബലി അർപ്പിക്കുകയും ഉച്ചഭക്ഷണം കഴിക്കുകയും ചെയ്തു. സന്യാസിനി സമൂഹത്തിന്റെ മദർ പിയോറസ് സിസ്റ്റർ മരിയ ക്രിസ്റ്റീന സഭയിൽ ധ്യാനാത്മക ജീവിതത്തിന് പോപ്പ് നൽകുന്ന പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്തു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.